ഇത് കുത്ത ഇറക്കണം, അപകടമാണെന്നാണ്. ഈ റബ്ബർ തൊഴിയുന്ന സീസൺ ആയതുകൊണ്ട് അധികം റബ്ബറെല്ലാം തൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിജനമായി കിടക്കുന്ന ഈ ഒരു കാട് വഴി പോകാൻ എന്ത് രസമാണെന്നറിയാം. നമുക്കിനി 13 കിലോമീറ്ററാണ് കാണിക്കുന്നത് മാപ്പിൽ. അപ്പോൾ വണ്ടി ഒന്ന് റിസർവ് ആയിരുന്നു. റിസർവ് ആയി കഴിഞ്ഞാൽ ഒരു 45 കിലോമീറ്റർ പോകും. ഞാൻ അവിടെ നിന്ന് ഒരു 500 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. ഇവിടെ പമ്പ് ഉണ്ടെങ്കിൽ അടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ടൗണിൽ പോയി അടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പം വേറെ പമ്പ് കാണാൻ ചാൻസ് കുറവാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് കാണത്തില്ല. ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടമാണ്. സത്യം പറഞ്ഞ വിശന്നാണെങ്കിൽ വയ്യ. നമ്മളിപ്പം പോയിട്ട് വിടുന്നില്ല. വിശന്നാണെങ്കിൽ രാവിലെ കാപ്പി കുടിച്ചില്ല. അത് കുടിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ കാപ്പി കുടിച്ചോണ്ടോ, അതൊന്നും വിശപ്പില്ല. വഴികളിൽ ഹോട്ടൽ കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു ഹോട്ടൽ കണ്ട് നമുക്ക് അങ്ങോട്ട് തിരിക്കാം. ഇനിയിപ്പോൾ കഴിക്കാതെ പോകണ ശരിയല്ല. ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം. പരിസരത്ത് വേറെ ഹോട്ടലൊന്നുമില്ല. നമ്മൾ വരണമെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ കഴിക്കാൻ കുറച്ച് ബെറ്റർ ആയി തോന്നുന്നു. ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ റിവ്യൂ പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത്. ഇത് താമരശ്ശേരി ചുരത്തിനേക്കാളുള്ള കുട്ടം കയറ്റമാണ് കേട്ടോ. എൻ്റെ പൊന്മുടിയൊക്കെ മാറി നിൽക്കും. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, നല്ല കയറ്റമുണ്ട്. സത്യം പറഞ്ഞാൽ പൊന്മുടി പോലെയും താമരശ്ശേരി ചുരം പോലെയല്ല, കുത്താൻ കയറ്റമാണ്. ഞാൻ ചോറ് കഴിച്ച കടയിൽ ചേട്ടൻ പറഞ്ഞ് നോക്കി പോകണം, നല്ല ഡേഞ്ചറായ സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞതുപോലെ അല്ല സംഭവം, ഡേഞ്ചറാണ്. കുത്താൻ കയറ്റമാണ്. ബ്രേക്കില്ലാത്ത വണ്ടിയിൽ കൊണ്ട് വന്നു കളയില്ലേ പെട്ടുപോകും. ആ കാണുന്നതാണ് മല. നിങ്ങൾ കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. ആ കാണുന്നതാണ് മല. ഹോട്ടലിലെ ഫുഡ് കുഴപ്പമില്ല കേട്ടോ. എല്ലാം കൂടെ ഊണും ഒരു സിംഗിൾ ഓംലെറ്റും കൂടെ 90 രൂപ. വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് 60 രൂപയാണെന്ന് തോന്നുന്നു. 90 അല്ലോട്ടെ, 85 ഞാനൊരു മുട്ടായി എടുത്ത്. അങ്ങനെ 90 രൂപ കുഴപ്പമില്ല. ലീഗലി വരുന്ന ആൾക്കാർ ആ കാണുന്ന ഹോട്ടലിൽ കഴിക്കുക. വേറെ ഹോട്ടലൊന്നും ഇവിടെ ഇല്ല. അപ്പം കണ്ടോ എന്ത് സൂപ്പർ റോഡാണെന്ന് നോക്കിക്കോണം കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലേ റോഡ് സെറ്റായിട്ട് പണിയതുകൊണ്ട് വണ്ടി കയറിപ്പോൾ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ കിടന്ന് എഴിഞ്ഞ് ആകപ്പാടൊരു പണിയാകുമായിരുന്നു. ഇനി 10 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പൊന്മുടി പോലെ തന്നെ തോന്നുന്നു. പക്ഷേ നമ്മുടെ കോട ഉണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ വൈകിട്ട് വരാനാണ് പറഞ്ഞത്. നമ്മൾ അല്പം നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റും സെക്കൻഡിലേ കളിയുള്ളൂ കേട്ടോ. വേറെ ഒരു കളിയുമില്ല. എല്ലാം ഫസ്റ്റ് സെക്കൻഡ് വെച്ചേ കയറാൻ പറ്റുള്ളൂ. പിന്നെ അത്രയ്ക്ക് കുത്തം കയറ്റമാണ്. അതാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് അല്പം ഡേഞ്ചറാണ്, നോക്കിയും കണ്ടും തന്നെ ഇറങ്ങി പോകണം. അപ്പോൾ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നമ്മൾ അപ്പോൾ അവർ പറഞ്ഞതിൽ വളരെ നല്ല കാര്യമുണ്ട് കേട്ടോ. നല്ല കുത്തം കയറ്റമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് കയറി പോകുന്നത് ഓരോ വളവും ഓടില്ല. വൈകിട്ട് ഈ സ്ഥലമൊക്കെ സെറ്റ് വ്യൂ ആണ്. കാരണം വെച്ചാൽ ഇപ്പം നല്ല വെയിലാണ്. ഇപ്പം സമയം കറക്റ്റ് പറഞ്ഞ് 2:30 പക്ഷേ നമുക്ക് ഇത്രയൊക്കെ ആയിട്ട് നമുക്കൊരു യാത്രയുടെ ഒരു ഫീല് വരുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഏകദേശം പകുതി എത്തിയിട്ടുണ്ട്. പകുതിയിൽ ഓടി നേരെ പോയി തൊടുപുഴയാണ്. നമുക്ക് ഇല്ലിക്കല്ല പോകണ്ട. ഇല്ലിക്കല്ല് 5 കിലോമീറ്റർ. അപ്പോൾ ഏകദേശം എത്താറായി. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ടാറിട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.
എന്താടാ കുട്ടാ നിനക്കത്ത് കയറാനത്തിന് മടി? ഒരു കാര്യമുണ്ട് കേട്ടാ, അവൻ അറിഞ്ഞൂടത്ത വഴിയൊക്കെ ഇത്തിരി പോകാൻ പാടാണ്. എന്തിനാ ഇവിടെ കിൻഡറിലോ കിട്ടത്? തിരിച്ച് നമ്മൾ ഈ വഴി ഇറങ്ങിയാലേ നമുക്ക് ഇനി മെയിൻബോർഡ് ചിക്കണ് അപകടമാണ്, പയ്യെ പോവുക. ഏറ്റവും കുത്തനെയുള്ള അപകടമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നവർ. അതുകൊണ്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അഭ്യാസം കാണിക്കാതെ പോയാൽ തിരിച്ച് അതേപോലെ ഇറങ്ങിയൊക്കെ പോവാം. നമ്മളിപ്പോൾ നല്ല ടോപ്പിലെത്തിയിരിക്കുന്നത്. എല്ലാ സ്ഥലവും കുഴി നോക്കിയാണ്. എൻ്റെ പൊന്നാശാരി വേറെ ലെവല്. സത്യം പറഞ്ഞാലേ നമ്മൾ മസനഗുഡി ഊട്ടി പോയപ്പോൾ പോലെ എനിക്ക് ഇത്രയും ഫീൽ ഉണ്ട് കേട്ടാ. ഇതിനൊരു കാര്യം കേട്ടാ, ആ റോഡ് വേറെ റോഡ്, ഇത് വേറെ റോഡ്. അത് റോഡ് ഞാൻ ഉദ്ദേശിച്ചറിഞ്ഞല്ല. അവിടെ കുറച്ചുകൂടെയൊക്കെ സൈൻ ബോർഡുകൾ, കുറച്ച് നമുക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. നമുക്കിവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപകട സാധ്യത മേഖല സൂക്ഷിച്ചു പോകേണ്ട ബോർഡ് വെച്ചിരിക്കുകയാണ്. അപകടമുള്ള സ്ഥലമാണ്, സൂക്ഷിച്ച് പോവുക. പിന്നെ ഏതെങ്കിലും പോകാനും ചാൻസ് ഉണ്ട്. അതൊക്കെ എല്ലാം നോക്കി കണ്ടൊക്കെ നമ്മൾ വണ്ടി എടുക്കും. ഓൾമോസ്റ്റ് നമ്മൾ എത്തി. 100 മീറ്റർ പാർക്കിങ്ങിന് പൈസ ഇതിൽ കണ്ടിട്ടാ. ടോപ്പിൽ റേഞ്ച് ഉണ്ടോ ഇല്ലെന്ന് ഒരു കാര്യം അറിയത്തില്ല. ഗൂഗിൾ പേ ഫെസിലിറ്റി കൊണ്ടുവരുന്ന ആൾക്കാർ സൂക്ഷിക്കുക. കയ്യിൽ അത്യാവശ്യം 100 200 കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ചവിട്ടി എടുക്കാം. ടിക്കറ്റ് എത്ര? ഒരാൾ ജീപ്പിൽ എത്ര? ജീപ്പിലാകുമ്പോൾ 72 രൂപ ടിക്കറ്റ് ഉൾപ്പെടെ. ഓ, രൂപ. ഹെൽമെറ്റ് സൈഡ് വെച്ചോടാ. നമുക്ക് നടക്കാൻ വയ്യ, സമയമില്ല. ടൈം ഈസ് ഓവർ. പോകുന്ന ജീപ്പാണോ?
വണ്ടി പറ്റിച്ച് കളഞ്ഞ്. വണ്ടി പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാലേ വണ്ടി കയറാൻ കുഴപ്പമില്ല, വണ്ടി പകുതി വരെ ഉള്ളൂ. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം സെറ്റാണ്. എന്തൊക്കെയാലും 38 രൂപയ്ക്ക് വലിയ നഷ്ടമല്ല കേട്ടോ. നമ്മളെ ഐറ്റം തോന്നിക്കുന്നു ഇലിയ കല്ല്. ഇല്ല, അവിടെ അവർ വയർലെസ് വഴി വിളിക്കുന്നു പറഞ്ഞിട്ട്. ഗവൺമെന്റ് പ്രോപ്പർട്ടിക്ക് തീയിട്ട അത് കേസാണ്. വനപ്രദേശമാണ്. ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് എന്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ടോപ്പിലോട്ട് കയറാം. എൻ്റെ ഗോപ്രോ സെറ്റ് ചെയ്യട്ടെ ഒരു സെക്കൻഡേ. രണ്ട് പേരുണ്ട് കേട്ടോ. ഇവിടെ ട്രാഫിക് ഉണ്ട് കേട്ടോ, ഒന്നേ ട്രാഫിക് ഉണ്ട്. പെട്ടെന്ന് ആർക്കും ചാടിക്കയറി വരാൻ പറ്റില്ല. എത്തിയില്ലേ. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചെങ്ങനെ ഇറങ്ങുമെന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ചേട്ടാ കിച്ചു കൃഷ്ണകുമാർ ജസ്റ്റ് നോക്കിയാൽ മതി. എൻ്റെ പൊന്നെ കയറാ ഇറങ്ങാത്ര സുഖമാണ്. ഇതൊക്കെ ചാടിക്കിടന്നവന പോയി സഹായിച്ചെത്തിയ കാര്യമല്ലേ ഉള്ളൂ. താഴെ വീണ നാണങ്കടാവും. പോയി സഹായിച്ചെത്തിയ കാര്യമല്ലേ ഉള്ളൂ. സാരം അയ്യോ എന്താ കേറാൻ വേണ്ടി അല്ല, നിങ്ങൾ ഇപ്പുറത്തല്ലേ വന്നത്, പിന്നെ ഇപ്പുറത്ത് ചാടിയാ? അത് മനസ്സിലായി. അതെ അപ്പോൾ ഇല്ലിക്ക് കല്ല് വരുന്ന ആൾക്കാർ താഴെ 30 രൂപ അകത്ത് കയറാനുള്ള എൻട്രി പാസ്, പിന്നെ 30 രൂപയൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ പാസ് കിട്ടും. അതെടുക്കാൻ കുറച്ച് നല്ലതാണ് കേട്ടോ. കുറച്ച് ദൂരം നമുക്ക് നടക്കണ്ട, ആ വണ്ടിയിലിരുന്ന് സുഖമായിട്ടിരുന്ന് വരാം, ഒരു റിസ്ക്കും ഇല്ലാതെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സൂപ്പറായിരുന്നു. കാരണം വെച്ചാൽ ആദ്യമായിട്ട് വലിഞ്ഞ് കയറിയതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റുന്നത് ചോറ് കഴിച്ചുകൊണ്ടൊന്നും എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു.
എന്തൊക്കെ പറഞ്ഞാലും സന്തോഷം കൊണ്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ്. അപ്പം ഇനി നമുക്ക് നേരെ വാഗമണ്ണ പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി റൂം എടുക്കണം, ഇന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെയാണ് പ്ലാന്. നിലവിൽ എന്താവുമെന്ന് അറിയത്തില്ല. സമയവും ഒരുപാടായി, നേരെ ഉരുട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു 25 കിലോമീറ്റർ പാസ് ചെയ്താലേ നമുക്കൊരു വേറൊരു പരിപാടിയുണ്ട്, അത് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ റേഞ്ച് ഇല്ല, അത് ആകപ്പാടെ പ്രശ്നം. 2 സിമ്മുണ്ട് റേഞ്ച് ഇല്ല, അതാണ് അവിടെ പറ്റിപ്പോയത്. തീ ആണെങ്കിൽ അതെങ്ങനെയാണ് കത്തി മുമ്പോട്ട് പോകണല്ലോ തന്നെ. കമ്പനിയുടെ കൊടുത്തിരുന്നു. ചേട്ടാ വാഗമണ്ണ് പോകാൻ തിരിച്ച് ഏതാണ് എളുപ്പം? റൈറ്റ് ഇറങ്ങി ഫസ്റ്റ് റൈറ്റ്. റോഡ് കൊള്ളാമോ? ആണോ? ഓക്കെ. ഓക്കെ ഓക്കെ. ജീപ്പ് നിങ്ങൾ മാത്രമേ ഉള്ളൂ ചേട്ടാ? അവർ മാത്രമേ ഉള്ളതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സെക്കൻഡ് ഇട്ട് ഇറങ്ങി പോകാവൂ, ഡേഞ്ചറാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സെക്കൻഡ് ഇട്ട് ഇറങ്ങി പോവാം. കാര്യം വണ്ടി കൈ കിട്ടത്തില്ല, അത്രയ്ക്ക് ഇറക്കുവാണ്. സെക്കൻഡും ബ്രേക്കും പിടിച്ച് പോകാനാ പുള്ളിക്കാരൻ പറഞ്ഞത്. ഇവിടുന്ന് വലത്തോട്ട് പോകാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വാഗമണ്ണല്ല, തീക്കോയി പോയിട്ട് വാഗമണ്ണ് പോകാമെന്ന് പറഞ്ഞ്. ഈ വാഗമണ്ണ് പോകണം, റൂം എടുക്കണം, എല്ലാം കൊണ്ട് ശ്വാസം തോന്നും. പോകുന്ന ആൾക്കാർ ഇല്ലീഗലിൽ നിന്ന് ഇറങ്ങിയിട്ട് തീക്കോയി പോയി വാഗമണ്ണ് പോകും. നമുക്ക് ഈ റോഡ് പോവാം.
പക്ഷെ ഇത് കുത്ത ഇറക്കണം, അപകടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയൊരു സൈന് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം പയ്യെ പോകാൻ ശ്രമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് പോയിട്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പോൾ ഈ 22 കൂടുതൽ ഇതിപ്പോൾ വണ്ടിയൊക്കെ ബ്രേക്ക് പിടിച്ചിരിക്കുകയാണ്. ഫുൾ ഹൈ റേഞ്ച് ആയിരുന്നു.